യുദ്ധത്തിൽ ഇന്ത്യൻ പോർ വിമാനങ്ങൾ നഷ്ടമായി. വെളിപ്പെടുത്തലുമായി ആർമി മേധാവി അനിൽ ചൗഹാൻ. യുദ്ധവിമാനം തകർന്ന വാർത്ത ഔദ്യോഗികമായി പുറത്തുവന്നു. ദേശീയ തലത്തിൽ ഒരു പക്ഷേ കോളിളക്കമുണ്ടാക്കുന്ന വിവരം പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിരോധ മേധാവി അനിൽ ചൗഹാനാണ്. രാഷ്ട്രീയ വിശദീകരണമല്ല, സൈനിക വെളിപ്പെടുത്തലാണ്. അതിനാൽ തന്നെ ഔദ്യോഗിക വിശദീകരണം എന്ന് തന്നെ പറയാം. അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് സിംഗപ്പൂരിൽ ഷാംഗ്രി ലാ ഡയലോഗിൽ പങ്കെടുക്കവേ ശനിയാഴ്ച ബ്ലൂംബെർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിരോധ മേധാവി അനിൽ ചൗഹാനാണ്. General, there's still one unanswered question since the incident between Pakistan and India, and that is whether or not Pakistan downed an Indian jet, or in fact more than that. Can you confirm? I think what is important is that not the jet being down, but why they were being down. But a jet, at least one jet was downed? Why they were. The good part is that we are able to understand the tactical mistake which we made, remedy it, rectify it, and then implement it again after 2 days and flew all our jets, again targeting at long range, which I said. Pakistan claims 6 Indian jets were downed. Is it correct in that estimate? Absolutely incorrect, and that is not information which I said is important. What is important is why they were down. That is more important for us. And what did we do after that? That's more important. ഇന്ത്യക്ക് പുറത്തു വെച്ചാണ് വെളിപ്പെടുത്തൽ എന്നതും പ്രസ്താവനയുടെ ഗൗരവം കൂട്ടുന്നു. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ ഭരണതലപ്പത്ത് നിന്ന് പ്രതികരണം വരുവാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ രാജ്യം. മെയ് മാസത്തിൽ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ എണ്ണത്തിൽ ഒരു നിശ്ചിത എണ്ണം യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി ഇന്ത്യൻ സൈന്യം ആദ്യമായി സ്ഥിരീകരിച്ചു എന്ന വാർത്ത ബ്രേക്കിംഗ് തന്നെയാണ്. ആക്രമണങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാന് വിവരം നൽകി എന്ന വിദേശകാര്യമന്ത്രി ജയശങ്കറുടെ പ്രസ്താവന ഇവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ വിവരം നൽകിയത് കൊണ്ടല്ലേ ഇന്ത്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്താനും പാകിസ്ഥാന് സഹായകമായത്? ഇതല്ലേ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തത്? ഇതിനല്ലേ രാഹുൽ ഗാന്ധിയെ പാക് ചാരനാക്കി സംഘപരിവാർ ചിത്രീകരിച്ചത്? മന്ത്രി ജയശങ്കറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. At the start of the operation, we had sent a message to Pakistan saying we are striking at terrorist infrastructure. We are not striking at the military. So the military has an option of standing out and not interfering in this process. They chose not to take that good advice. 2025 മെയ് 6-7 തീയതികളിലെ നിർഭാഗ്യകരമായ രാത്രിയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും പറഞ്ഞു. റാഫേൽ വിമാനങ്ങൾ ഇന്ത്യക്ക് യോജിച്ചതല്ല എന്നും സുബ്രഹ്മണ്യൻ സ്വാമി അഭിപ്രായപ്പെട്ടു. लीडर ऑफ अपोजिशन ने एक बात बोली कि हमारे जहाज गिरे हैं, कितने गिरे हैं बताइए? 5 पाकिस्तान ने अपने जहाज को बेचकर गिराया था हमारा. ओके. उसमें कुछ चाइना का भी रोल था सर? चाइना के प्लेन्स तो चाइना के ही थे.